ഹലോ, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി കാളൻ ഉണ്ടാക്കിയാലോ? കാളൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ പകുതി മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വേണം നമ്മളിത് മുറിക്കാനായിട്ട്. 3 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് 7 എണ്ണം നെടുകെ പിളർന്നത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1 നുള്ള്, തേങ്ങ ചിരകിയത് 4 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉണക്കമുളക് 7 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 നുള്ള്. ഇനി നമുക്ക് കാളൻ തയ്യാറാക്കാനായി പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനും മാത്രം വെള്ളം മതി. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല, പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇനി നമുക്ക് കാളിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. കുറച്ചുകൂടെ ഒന്ന് അരയണം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കുരുമുളക് ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ തേങ്ങയുടെ കൂടെ അരച്ചേനെ. അരപ്പ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറണം. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ്, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് തൈര് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ചു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് താളിച്ചാൽ മാത്രം മതി. അതിനായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇടുക. ഇവിടെ നമ്മൾ ഉലുവ കൂടി ഇട്ടാണ് താളിക്കുന്നത്. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ഞാൻ ചേർക്കുന്നു. ഉലുവയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം.
ശരിക്കും പറഞ്ഞാൽ ഈ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒക്കെ മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയും കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ എൻ്റെ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.